അപ്പോൾ നാട്ടുവാർത്തകൾ വിശദമായി തന്നെ നോക്കാം. ആദ്യം പറഞ്ഞ വാർത്തയിലേക്ക് തന്നെയാണ്. ഇന്നലെ കോന്നിയിലെ LDF കൺവെൻഷനിലിടെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചയാളെ കണ്ടെത്തിയിരിക്കുകയാണ്. മനോരമ ന്യൂസ് സംഘം സഖാവെ എന്ന് വിളിച്ചത് കോന്നി അട്ടച്ചാൽ സ്വദേശിയായ CPM പ്രവർത്തകനായ ദാസ് പി ജോർജാണ്. ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ദാസിനോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പരുഷമായി മറുപടി നൽകിയത്. ദാസ് പി ജോർജിനൊപ്പം വിനു മോഹനൻ ചേരുകയാണ്. വിനു, ഇപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞ ആളെ വീട്ടിൽ പോയി കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ഇനി വിനു അയാൾക്ക് പറയാനുള്ളത്, ദാസിന് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പത്തനംതിട്ട കോന്നിയിൽ നടന്ന LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് ദാസ് പി ജോർജ്, അല്ലേ? ഇന്നലെ എന്തായിരുന്നു അവിടെ നമുക്കുണ്ടായിരുന്ന ചോദ്യം? ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വികസന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അന്തരം തോന്നി, കാരണം ഭരണം കിട്ടും ഉറപ്പാണ്. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കിഫ്ബിയുടെ ഫണ്ട് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 20,000 കോടിയുടെ വികസനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മുന്നോട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഫണ്ട് എവിടുന്ന് കണ്ടെത്തും? ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ചോദ്യം. എന്തായിരുന്നു? സജീവ CPM പ്രവർത്തകനാണോ? അതെ അതെ. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേട്ടായിരുന്നു അതിന്റെ? അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ അങ്ങനെ ഒരു തോന്നലുണ്ടായി കാണാം. അതായിരിക്കും അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചേ. അതേപോലെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിഷമം തോന്നിയോ? ഇല്ല, കാരണം ഞാനൊരു അടികുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. കാരണം ഞാൻ ചോദിച്ചത് തെറ്റാണ്. ആ വേദി ചോദിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ചോദിച്ചത്. കാരണം പുള്ളിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ആ ചോദ്യം ഉണ്ടായത്. എനിക്കതിന് ബോധ്യമുണ്ട്. നമുക്ക് തോന്നുന്നു, അതായത് ഇങ്ങനെ ചോദ്യം ചോദിച്ചാലേ അദ്ദേഹം ഇതിനൊരു മറുപടി പറയുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് തന്നെ തെറ്റല്ലേ? നമ്മൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അദ്ദേഹം മറുപടി പറയുമെന്ന്. അല്ല, ഞാൻ ചോദിച്ചത് തന്നെ തെറ്റാണ്. അതിൽ എന്താ ഞാൻ പറയുന്നത്? അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? നമ്മൾ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഞങ്ങൾ ബസ് ഉണ്ടായിരുന്നു, ബസ്സിനാണ് പോയത്. ഞങ്ങൾ ആ ബസ്സിന് തന്നെ തിരിച്ചു വന്നു. ബാക്കി പ്രസംഗം കേട്ടിട്ടാണ് തിരിച്ചു വന്നത്. അല്ല, പോലീസ് അവിടുന്ന് പിടിച്ചു മാറ്റുമോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു? ഇല്ലില്ല. അവിടെ ആ പ്രശ്നം അവിടെ തീർന്നതാണ്. പോലീസ് വന്ന് വിവരങ്ങൾ ചോദിച്ചോ? ഇല്ലില്ല, പോലീസ് ഒന്നും ചോദിച്ചിട്ടില്ല. ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ബാക്കി പ്രസംഗം ഫ്രണ്ട് കസാരയിട്ട് അവിടെ ഇരുന്ന് ബാക്കി പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് തിരിച്ചു വന്നത്. ഈ നമ്മൾ അറിഞ്ഞത് വെച്ചിട്ടേ ഈ പോലീസ് വന്നിട്ട് വളരെ കാര്യമായിട്ട് ദാസിനെ വിളിച്ച് എന്താ സംഭവം എന്ന് വിളിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എന്നാണ് കേട്ടത്. ഇല്ല, തെറ്റാണ്. ആ കിട്ടിയ വാർത്ത തെറ്റാണ്. ഞാൻ ആ കസാര ഇരിക്കുവാണ്. കസാര ഇരുന്നുകൊണ്ട് തന്നെയാണ് ബാക്കി പ്രസംഗം മൊത്തം പൂർണ്ണമായിട്ട് കേട്ടിട്ടാണ് പോകുന്നത്. ഇതിനു മുൻപ് മുഖ്യമന്ത്രിയുടെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? പാർട്ടിയുടെ എല്ലാ പരിപാടിക്കും പങ്കെടുക്കാറുള്ളതാണ്. എങ്കിലും ഒരുപക്ഷെ മറ്റ് സുഹൃത്തുക്കൾക്കോ വീട്ടിലുള്ളവർക്കോ മറ്റാർക്കെങ്കിലും ഈ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കേട്ട് അത് ദാസിനോടാണെന്ന് കേട്ട് വിഷമം തോന്നിയോ? ഇല്ലില്ല, തോന്നേണ്ട കാര്യമല്ലോ. കാരണം തെറ്റെന്റെ ഭാഗത്തല്ലേ. മറ്റ് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ വല്ലതും ബന്ധപ്പെട്ടോ? ഇതുമായി ആരും ബന്ധപ്പെടാറില്ല. അങ്ങനെ കാരണം സൗഹൃദം ഉണ്ട് എല്ലാവരുമായിട്ട്. ആരെങ്കിലും ചോദിച്ചോ പിന്നെ എന്തിനാണ് ദാസ് ഇങ്ങനെ പറഞ്ഞത്, എന്തിനാ അവിടെ ഇങ്ങനെ തടസ്സപ്പെടുത്തിയത് എന്ന് ചോദിച്ചോ? ഇല്ലില്ല, ആരും ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇല്ല. രാവിലെ മറ്റു നേതാക്കളെല്ലാം വന്ന് കണ്ടോ? പ്രാദേശികമായിട്ട് ഏരിയ നേതാക്കൾ ആരും കണ്ടിട്ടില്ല. ഇനിയിപ്പോ മുഖ്യമന്ത്രി നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാം. മറ്റു നേതാക്കളൊന്നും വിളിച്ചിട്ടില്ല? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പരിപാടികൾ വന്നാൽ ഇനിയും പോയി പങ്കെടുക്കും? തീർച്ചയായിട്ടും. കാരണം പുള്ളി ഒരു വികസനം ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ പുള്ളി. അപ്പൊ നമ്മൾ കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് ആരും ചോദിക്കാനുണ്ടായിരുന്നത്? അതെ. ആ ഒരു ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞില്ല. അത് ഞാൻ ചോദിക്കേണ്ട വേദി അല്ലായിരുന്നു അത്. ഇപ്പൊ നമുക്ക് എന്തായാലും ഈ ചാനലിന്റെ വേദിയിൽ കൂടെ അങ്ങ് ചോദിക്കാം. എന്തായിരുന്നു ആ ചോദ്യം? മുഖ്യമന്ത്രി കേട്ടോളൂ. ഞാൻ ചോദിച്ചത് ഇത്രയുമാണ്. ഭരണം കിട്ടും ഉറപ്പാണ്. മുന്നോട്ടുള്ള വികസന പ്രവർത്തനത്തിൽ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. 20,000 കോടിയുടെ വികസനം ചെയ്ത ഒരു സംസ്ഥാനം മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തായിത്തീരും? കാരണം കിഫ്ബിയുടെ ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മുന്നോട്ടുള്ള വികസനത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ. കാരണം ഫണ്ട് അത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രി കുറച്ചുകൂടെ എന്താ പറയുക ഒരു സൗമ്യമായി പ്രതികരിച്ചിരുന്നെങ്കിലെന്ന് തോന്നിയോ പിന്നീട് എപ്പോഴെങ്കിലും? ഇല്ലില്ല, എന്റെ ഭാഗത്താണല്ലോ, തെറ്റെന്റെ ഭാഗത്താണല്ലോ. അപ്പം ഞാൻ അതിന് ചോദിക്കാൻ യോഗ്യനല്ല. അപ്പം എന്തായാലും അത്തരത്തിൽ അദ്ദേഹം